ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെണ്ടക്ക കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ മീൻ കറീൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ വെണ്ടക്ക കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുന്നായിട്ട് നമ്മൾ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഞാൻ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 4-5 വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നു, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെക്കുന്നുണ്ട്, പിന്നെ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള എത്രയാണോ പച്ചമുളക് അതും കൂടി എടുത്തിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് പാന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക, കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അല്ലേ, അതൊന്ന് ആദ്യം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് നല്ല പോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് വഴണ്ടി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുമ്പുളിയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച വെണ്ടയ്ക്കയും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളുമാണ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. മീൻ കറീൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.